നമസ്കാരം. ഞാനിന്ന് ഒരു അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഈ തുണിയെ 4 ഭാഗങ്ങളായിട്ട് മടക്കണം. ഇങ്ങനെ ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് അതിനുശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കണം. ഈ സ്കേർട്ടിൻ്റെ വേസ്റ്റ് അളവ് 22 ഇഞ്ച്. അതിനോട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ചേർക്കണം. 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അത് 6. ആ 6 ഇഞ്ച് നമ്മളിവിടെ എടുക്കണം. ഈ തുണിയിൽ നിങ്ങൾക്ക് 6 ഇഞ്ച് ഇവിടെ വരുന്ന അത് ആ സ്ഥലത്ത് അടയാളപ്പെടുത്തണം. അതിനുശേഷം ടാപ്പ് മേലെ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഓരോ സ്ഥലത്തും കറക്റ്റായിട്ട് എത്രയാണ് വരുന്നുണ്ടെന്ന് അടയാളപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഇടത്തിൽ ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് വരുന്നുണ്ട്. ആ 8 ഇഞ്ച് ഒവ്വൊരു സ്ഥലത്തും അടയാളപ്പെടുത്തണം. ഇതിൻ്റെ ചുറ്റിലും അടയാളപ്പെടുത്തണം 8 ഇഞ്ച്. ഇപ്പം ഇതെല്ലാം യോജിപ്പിക്കണം. അതിനുശേഷം ഈ സ്കേർട്ടിൻ്റെ നീളം എടുക്കാം. സ്കേർട്ടിൻ്റെ നീളം 15 ഇഞ്ച്. അത് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഇടത്തിൽ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ഈ ടാപ്പ് ഇങ്ങനെ കുറച്ച് നീക്കി വെച്ചിട്ട് ഒരു മാർക്ക് അടയാളപ്പെടുത്തണം. അപ്പം ഇങ്ങനെ ചുറ്റിലും ഇതിങ്ങനെ നീക്കി വെച്ചിട്ട് ഇങ്ങനെ 15 ഇഞ്ച് അടയാളപ്പെടുത്തണം. പിന്നെ ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ മാർക്കിങ്സ് എല്ലാം ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇതിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തു. അടുത്തത് ബെൽറ്റിന് വേണ്ടിയിട്ട് ഈ പീസിൽ വരുന്ന ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മളിങ്ങനെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ നോക്കാം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. ബെൽറ്റ് നമുക്ക് മേലെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിടണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ഇഞ്ച് വീതിയിൽ ബെൽറ്റ് എടുക്കുന്നു. ഈ ഭാഗത്ത് നമ്മൾ ഈ അടയാളപ്പെടുത്തി വെച്ചെടുത്തിന് 4 ഇഞ്ച് എടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിങ്ങനെ വെച്ച് തയ്ക്കണം. ഇങ്ങനെ തയ്ക്കാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. താങ്ക് യു.